അമൃത ടി വി ആണ് ആദ്യം. കാരണം ഒരു 11:30 മണിക്കൊന്നും കാരണം അതിന് ഉള്ള തലേദിവസം ഞാൻ അതിനെക്കുറിച്ച് ബോധവാനും അല്ല, ചിന്തിക്കണമില്ല, ഒന്നുമില്ല. അപ്പം അമൃത ടി വിയാണ് അടിച്ച് പറഞ്ഞത് ദിലീപിനാണ്. അടിച്ചെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉറപ്പിക്കുക എന്ന് പറയുന്ന ഒരു അടിയുണ്ടല്ലോ, അതിൻ്റെ സ്ക്രോളിങ് പോയപ്പോഴാണ് നമുക്ക് ഫോൺ തന്നെ ഇങ്ങനെ ദിലീപിനാണ് അവാർഡ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ചെയ്തില്ല, ഇങ്ങനെ അമൃത ടി വിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം പറഞ്ഞതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്തായാലും അമൃത ടി വിക്ക്. അല്ല, പണ്ടുള്ള രാജാക്കന്മാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സന്തോഷ വാർത്തയൊക്കെ അറിയിച്ചാൽ എന്തെങ്കിലും കിഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ടിവിയുടെ പേരിൽ എന്തെങ്കിലും പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അമൃത ടി വിയുടെ ഭാഗത്ത് നിന്നും ദിലീപേട്ടൻ ഒരു ഉപഹാരം ആദ്യം തന്നെ തന്നുകൊണ്ട് പരിപാടി തുടങ്ങുകയാണ്. അമൃത ടി വിയാണ് നമുക്ക് കിഴിയുന്നത്. ഇത് കിഴിയല്ല, ഇതൊരു വാച്ചാണ്. വാച്ചിന്റെ ഇഷ്ടമാതിരി കുഴപ്പമില്ല, നല്ല വാച്ചാണ്. ടോമി ഹിൽഫിഗർ ബ്രാൻഡഡ്. കാണിക്കണം, സാധനം ഉണ്ട്. താങ്ക് യു. സത്യമായിട്ടുണ്ട്, അതിനെ പറ്റിച്ചിട്ടില്ല. ഇല്ല, എന്താ പറയുമോ, ഞാനത് എടുത്ത് കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നാളെ കൂടി നമ്മൾ നോക്കണമല്ലോ. അമൃത ടി വിയുടെ പേരാണെങ്കിലും ഇത് എൻ്റെ കയ്യിലേക്ക് തരുന്ന ഒരാളുടെ ഒരു സത്യസന്ധത അല്ല, സത്യസന്ധത വെച്ചാൽ ഞാൻ അങ്ങനെയല്ല, എന്തും തമാശ. എന്തായാലും ഇത്രയും ക്യാമറകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ മോഷ്ടിക്കാൻ മുതലുമില്ല. എവിടെയൊക്കെയാ ക്യാമറ എന്ന് അറിയത്തില്ല. ഇത് ഇവിടെ വന്നേക്കണ ആൾക്കാരുടെ നല്ലത് ഒരിക്കലും അല്ല. ദിലീപേട്ട തന്നതാ, തരാൻ പറഞ്ഞ് തന്നതാ. അപ്പം മിസ്റ്റർ മരുമോഹൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മാനത്തെ കൊട്ടാരം എന്നുള്ള പടമൊക്കെ ഞാൻ കാണുമ്പോൾ അതിൽ ഖുശ്ബു മാഡത്തിനെയൊക്കെ കാണാൻ നിങ്ങളെല്ലാവരും കൂടെ പോയി ഗേറ്റിൽ കാത്തു നിൽക്കുന്നു, കാണുന്നു. അതാണ് ആ സിനിമയുടെ കഥ. മിസ്റ്റർ മരുമോഹനിലെത്തുമ്പം ഒന്നിച്ച് അഭിനയിക്കുന്നു. എന്തായിരുന്നു അനുഭവം? ശരിക്കും നമ്മൾ മാനത്തെ കൊട്ടാരത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു ഫാൻ എന്നുള്ള രീതിയിലാണ്. ആ സിനിമയിൽ ഖുശ്ബു മാഡം കുറേ ഡയലോഗ്സുകൾ പറയുന്നുണ്ട്. ദിലീപ് തന്നെയാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ സിനിമയിൽ ഒരു നായകനാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൽ കുറേ കാര്യങ്ങൾ സത്യമാവുക എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ മാഡത്തിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാഡത്തിൻ്റെ വാക്കുകൾ പൊന്നായിരുന്നു. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ കുറേ അറം പറ്റുക എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരാധിച്ചിരുന്ന പണ്ട് ഖുശ്ബു മാഡത്തിന് അമ്പലം കെട്ടാനൊക്കെ അങ്ങനെ അത്ര ആരാധകരുള്ള ഒരാളാണ്. ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഖുശ്ബു മാഡം പണ്ട് പ്രവചിച്ചതൊക്കെ ഏതാണ്ട് അറം പറ്റിയെന്നൊക്കെ ഉള്ളത്. ഇപ്പം ഈ ലൊക്കേഷൻ എന്തെങ്കിലും അതുപോലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നോ? അത് ഞാൻ ഇനി കുറേ കഴിഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറയുള്ളത്. എന്തോ പ്രവചിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, നോക്കട്ടെ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാനും തരാനൊക്കെ ഉള്ള ചാൻസ് അത് വേണ്ട. ആരെങ്കിലും നമ്മളൊരു കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ അത് നടക്കാൻ അങ്ങനെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊക്കെ അല്ലേ, മനുഷ്യരല്ലേ. അപ്പം ഇനി ഒരു കുറച്ച് നാളുകളും കൂടെ കഴിഞ്ഞുള്ളൊരു ഇന്റർവ്യൂവിൽ ഭയങ്കര വലിയ പ്രവചനങ്ങൾ നമുക്കൊന്ന് ഇരിക്കേണ്ടി വരും. ഇതുപോലെ